ാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഖാർക്കിവിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ചിത്രമാണ്. ഇന്ന് രാവിലെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് കർണാടക സ്വദേശിയായ നവീൻ കൊല്ലപ്പെട്ടത്. വിദേശകാര്യ മന്ത്രാലയം ആ വാർത്ത സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചു വരികയാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് ഇന്ത്യൻ അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം അവിടെ നിന്നും ഉള്ള മറ്റ് വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ട്. കൂടുതൽ പേരെ എത്തിക്കാൻ, അതും സുരക്ഷിതമായുള്ള യാത്ര ഒരുക്കുന്നതിന് അധികൃതരുമായി ബന്ധപ്പെടാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അവരുടെ ബന്ധുക്കളുടെ ദൃശ്യങ്ങൾ, വീട്ടിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ കർണാടകയിലെ വീട്ടിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് കൂടിയാണ് ഈ വാർത്തകൾ. ഇനിയും ധാരാളം കുട്ടികൾ അവിടെ ഉള്ള സാഹചര്യമാണുള്ളത്. അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഓപ്പറേഷൻ ഗംഗ പ്രോസസ്സ് തുടർന്നു വരികയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അതിർത്തിയിലേക്ക് എത്തി അതിന് നേതൃത്വം വഹിക്കാനും കൂടുതൽ പേരെ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കീവിലും ഖാർക്കിവിലും അതിശക്തമായ ആക്രമണം മാത്രവുമല്ല, യുദ്ധം ഉടൻ തീരില്ല എന്ന സൂചനകളും, ഇന്നലത്തെ ചർച്ചകൾ, അതിനുശേഷം കൂടുതൽ ശക്തമായുള്ള ആക്രമണങ്ങൾ, അതൊക്കെയും നൽകുന്ന സൂചനകൾ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിവതും വേഗം എല്ലാവരെയും സുരക്ഷിതരായി നാട്ടിലെത്തിക്കുക എന്നതാണ് ഇനി മുന്നിലുള്ള ഏക മാർഗം. അതിനിടയിലാണ് ഒരു ദുഃഖകരമായ വാർത്ത കൂടി, ഈ ദുഃഖകരമായ വാർത്ത കൂടി ഉണ്ടാകുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥി യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. രാവിലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിലാണ് നവീൻ എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. കർണാടക സ്വദേശിയാണ് നവീൻ. ഇപ്പോൾ നമ്മൾ കണ്ടത് അവരുടെ കർണാടകയിലെ വീട്ടിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, മരിച്ച കുട്ടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയാണ്. കർണാടക സ്വദേശി നവീനാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റെന്തെങ്കിലും ഔദ്യോഗികമായുള്ള സ്ഥിരീകരണങ്ങൾ, ഷെല്ലാക്രമണത്തിലാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മൃതദേഹം ഉൾപ്പെടെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ എത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിരവധിയാണല്ലോ. എന്തെങ്കിലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ? രേണുക, ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നവീൻ എന്ന പേര് അടക്കം നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായതുകൊണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായതുകൊണ്ടുമാണ് സ്ഥിരീകരണം ഉണ്ടാകാതെ പോയത്. കർണാടക സ്വദേശിയായ നവീൻ, 21 വയസ്സാണ് നവീന് ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ ഹവേരി സ്വദേശിയാണ്, കർണാടകയിലെ ഹവേരി സ്വദേശിയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ 3-4 ദിവസമായി ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണ സാധ്യത ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആണ് നവീൻ പുറത്തിറങ്ങിയത്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അടുത്തുള്ള കടയിലേക്ക് പോയ സമയത്തായിരുന്നു ആക്രമണം ഉണ്ടായത്. നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന ഇൻപുട്ടുകളിൽ വിദ്യാർത്ഥിക്ക് നേരെ വെടിയുതിർത്തു എന്ന തരത്തിലുള്ള, സൈന്യം വെടിയുതിർക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണത്തിൽ ഷെല്ലാക്രമണത്തിലാണ് മരണം എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ ഈ സ്ഥിരീകരണത്തിലില്ല. പക്ഷേ വാർത്തയുടെ വിശദാംശങ്ങളായി നമുക്ക് ലഭിക്കുന്നത് നവീൻ 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. കർണാടകയിലെ ഹവേരി സ്വദേശിയാണ്. 21 വയസ്സാണ് ഉള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ബുദ്ധിമുട്ട്, അതായത് ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ട ഒരു പശ്ചാത്തലത്തിൽ ആയിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ആ സമയത്ത് തന്നെ ഷെല്ലാക്രമണം ഉണ്ടാവുകയും അങ്ങനെ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നത് മാത്രം ആണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ പ്രതികരണം. അതിൽ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല, വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ കർണാടകയിലെ വീട്ടിൽ നിന്ന് അവരുമായി അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കർണാടകയിലെ നവീന്റെ കുടുംബത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഈ വിദ്യാർത്ഥി തന്നെയാണ് മരണപ്പെട്ടത് എന്ന സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയായിരുന്നു.
വളരെ ദുഃഖകരമായ ഒന്ന്. ഒരുപക്ഷെ ഇന്ത്യക്കാർ ഏറെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. യുക്രൈനിൽ ഇന്ത്യക്കാരായ ആളുകളെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കുവാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ദുഃഖവാർത്ത നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. നിരവധി യുക്രൈൻ പൗരന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യക്കാരായ ആളുകൾ എല്ലാവരും തന്നെ സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണമെന്ന് ആവർത്തിക്കേണ്ടി വന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആ സുരക്ഷിതമായ ഇടങ്ങളിലും തുടരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഏറെ ആശങ്കപ്പെടുത്തുന്ന, ഇനിയും യുക്രൈനിൽ തുടരുന്ന കുട്ടികളെയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ്. എങ്കിൽ പോലും ഈ സമയത്തും ഏറ്റവും സുരക്ഷിതരായി ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് രേണുക നമുക്ക് ഓർമ്മിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ സാഹചര്യം ഒന്ന് തുടരുക അഭിലാഷ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കർണാടകയിലെ നവീന്റെ വീട്ടിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. അവിടേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളും മറ്റുമാണ് നമ്മൾ കാണുന്നത്. കർണാടക സ്വദേശിയായ നവീൻ എന്ന വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിലാണ് ഖാർക്കിവിലായിരുന്ന നവീൻ കൊല്ലപ്പെടുന്നത്. ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ ഖാർക്കിവിലും ഒപ്പം തന്നെ കീവിലുമായി ഉണ്ട്. അവർ ബങ്കറുകളിലും മറ്റും അഭയം തേടിയവരാണ്. പക്ഷേ അവിടെ നിന്ന് സുരക്ഷിതമായി മടങ്ങുന്നതിനുള്ള സാഹചര്യം അവരെ സംബന്ധിച്ച് ഒരുങ്ങിയിട്ടില്ല. ഇന്നലെയും പല കുട്ടികളും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നതാണ്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അവിടെ ആക്രമണം രൂക്ഷമാകുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ ആശങ്കകൾ ഉണ്ടാക്കും. അവിടെ തങ്ങിയിട്ടുള്ള കുട്ടികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചും എല്ലാവരെയും സംബന്ധിച്ചും അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. റഷ്യ കൂടുതൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. ഇനി ഇതുവരെ ചിന്തിച്ചതിൽ കൂടുതലായി അല്പം കൂടി റിസ്ക് എടുത്തുകൊണ്ടായാൽ പോലും കുട്ടികളെ നാട്ടിലെത്തിക്കാൻ, അവിടെ തങ്ങിയിട്ടുള്ളവരെ അവിടെ കുടുങ്ങിയിട്ടുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടുന്ന സമയമാണോ? റഷ്യയോടും യുക്രൈനോടും ഒക്കെ സംസാരിച്ചിരുന്നു. പലവിധ മാർഗങ്ങൾ തേടിയിരുന്നു. ഇവരെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരുന്നൊരു ഘട്ടമാണോ ഇത്? തീർച്ചയായും രേണുക, ഒരു യുദ്ധമുഖത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് യുദ്ധം നടത്തുന്ന രാജ്യത്തിന്റെയും അതിനെ പ്രതിരോധിക്കുന്ന രാജ്യത്തിന്റെയും സഹകരണത്തോടു കൂടി മാത്രമേ ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രതികരണം തന്നെയാണ് അല്പസമയം മുമ്പും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും വ്യക്തമാക്കുന്നത് റഷ്യൻ നഗരമായ ബെൽഗറോഡിൽ ഇന്ത്യൻ ടീം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശം, ഈ ബെൽഗറോഡ് എന്ന് പറയുന്ന പ്രദേശം യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന റഷ്യൻ നഗരമാണ്. ഈ ബെൽഗറോഡിൽ പ്രത്യേക ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവിടെ ക്യാമ്പ് ആരംഭിക്കണമെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യക്കാരായ പൗരന്മാരെയും ഒക്കെ അവിടങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ റഷ്യ തയ്യാറാകണം. അതിർത്തി കടന്നുവിടാൻ യുക്രൈനും തയ്യാറാകേണ്ട സാഹചര്യമുണ്ട്. ഈ അല്പസമയം മുമ്പ് പോലും സ്ഥാനപതി കാര്യാലയം ആവർത്തിച്ചത് ഇങ്ങനെ ഒരു ആവശ്യം ദിവസങ്ങളായി ഇരു രാജ്യങ്ങളോടും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഫെബ്രുവരി 24 സംഘർഷം തുടങ്ങിയപ്പോൾ മുതൽ റഷ്യയും യുക്രൈനുമായും ആശയവിനിമയം നടത്തുകയും ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളെയും തിരികെ എത്തിക്കുന്നതിനുള്ള അവസരം നൽകണമെന്നും അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഡൽഹിയിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും സ്ഥാനപതിമാർ ഉണ്ട്. അവരെ നിരന്തരം വിളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 9,000-ഓളം ഇന്ത്യക്കാരെ ഈ സംഘർഷ സാധ്യതകൾ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് 9,000-ത്തിലധികം ഇന്ത്യൻ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് കൊണ്ടുവന്നതായും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്.
ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിന് എല്ലാ സഹകരണവും നൽകണം, സുരക്ഷിതമായ പാത ഒരുക്കണം, സുരക്ഷിതമായി കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്ത്യ. അവിടെ വലിയ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് രേണുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ നയതന്ത്ര വിദഗ്ധരുമായി അടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനപതി കാര്യാലയ മന്ത്രാലയങ്ങളിൽ നിന്ന്, ഉന്നത വൃത്തങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവരെല്ലാം വ്യക്തമാക്കുന്നത് ഒരു യുദ്ധമുഖം ഒരുപക്ഷെ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ആണ് എങ്കിൽ ഇന്ത്യയുടെ രക്ഷാ ദൗത്യ സംഘത്തിന് നേരിട്ട് ആ രാജ്യത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇത് യുദ്ധമാണ് നടക്കുന്നത്. അവിടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ മാത്രമല്ല പക്ഷേ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം വിദേശികൾ ആയിട്ടുള്ള ആളുകൾ. യുക്രൈനിലെ വിദേശികളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യ കഴിയുന്നത്ര നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ തന്നെ പുലർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ അടക്കം സ്വീകരിക്കുമ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുക്രൈന്റെയും റഷ്യയുടെയും സഹായം വളരെ ആവശ്യമാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന്, യുക്രൈനിൽ നിന്ന് ആളുകളെ തിരികെ എത്തിക്കണമെങ്കിൽ അത്തരം സാധ്യതകൾ കൂടി തേടുന്നു എന്നതുകൊണ്ട് ഇന്ത്യ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടം തന്നെയാണിത് എന്ന് വ്യക്തമാക്കിയിരുന്നു. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയുടെ രക്ഷാദൗത്യത്തെ പ്രശംസിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ അടക്കം വന്നത് പാകിസ്ഥാൻ സ്വദേശികളായ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി, ഇന്ത്യക്കാരാണ് എങ്കിൽ സുരക്ഷിതമായി മറ്റ് റൊമേനിയയിലേക്കും ഹംഗറിയിലേക്കും ഒക്കെ എത്തിപ്പെടാമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പതാകയുമായി അതിർത്തിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ നൽകിയിരുന്നു. ചൈനീസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകളിൽ അടക്കം കമന്റ് ഇട്ടിരുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഈ വാർത്ത ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ നോവുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. വൈകാരികമായി തന്നെ കാണേണ്ടുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യക്കാരായ ആളുകളുടെ സുരക്ഷയിൽ കൂടുതൽ ചോദ്യചിഹ്നങ്ങൾ സർക്കാരിന് നേരെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 തവണയായിരുന്നു ഉന്നതതല യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യത്തേക്കും, അതായത് 4 രാജ്യങ്ങളിലേക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെ ഉൾപ്പെടെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംബസികളുടെ പൂർണ്ണമായ അനുവാദത്തോടുകൂടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് യുക്രൈൻ എന്ന രാജ്യത്തിനുള്ളിലെ സാഹചര്യം ആണ് രേണുക. അവിടെ ഗതാഗത സംവിധാനങ്ങൾ എല്ലാം തന്നെ നിശ്ചലമായ ഒരു പശ്ചാത്തലമുണ്ട്. സൈന്യത്തിന്റെ അറിയിപ്പോടുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ട്രെയിൻ പോലെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും സൈന്യം അറിയിക്കുമ്പോൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇന്നലെ കർഫ്യൂ പിൻവലിച്ച ഉടൻ തന്നെ കീവിൽ നിന്ന് എല്ലാവരും പുറപ്പെടണം, കീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന ഒരു നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു. ഇന്നലെ സ്ഥാനപതി കാര്യാലയം നൽകിയ